ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്? 8 മണിക്കൂർ? 10 മണിക്കൂർ? ആഴ്ചയിൽ എത്ര ദിവസം ജോലി ചെയ്യുന്നുണ്ട്? 5 ദിവസമോ അതോ 6 ദിവസമോ? 5 ദിവസം 8 മണിക്കൂർ വീതം ജോലി ചെയ്യുന്ന ഒരാൾ ആഴ്ചയിൽ 40 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. അത് 6 ദിവസമായാൽ 48 മണിക്കൂർ. എന്നാൽ ഇതൊന്നും പോരെന്നാണ് ഇൻഫോസിസ് സ്ഥാപകൻ NR നാരായണമൂർത്തി പറയുന്നത്. ഇന്ത്യക്കാർ 70 മണിക്കൂർ ജോലി ചെയ്യണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതായത് ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്യുന്ന ഒരാൾ 14 മണിക്കൂർ ജോലി ചെയ്യണം. 6 ദിവസം ജോലി ചെയ്യുന്ന ഒരാൾ 11.5 മണിക്കൂറിനടുത്ത് ജോലി ചെയ്യണം. എങ്കിലേ നാരായണമൂർത്തി പറയുന്ന 70 മണിക്കൂർ പൂർത്തിയാക്കാനാകൂ. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ജോലി രാത്രി 11 വരെ ചെയ്യണം. വർക്ക് ലൈഫ് ബാലൻസ് തെറ്റിക്കുന്ന നാരായണമൂർത്തിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ വൻ പ്രതിഷേധമാണ് രാജ്യത്തെ വർക്കിംഗ് ക്ലാസ് ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ പലപടി കടന്നായിരുന്നു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് തൊഴിൽ സംബന്ധമായി പുറപ്പെടുവിച്ച പ്രസ്താവന. ആഴ്ചയിൽ 80 മണിക്കൂർ ജോലി ചെയ്യാൻ കഴിയുന്ന സൂപ്പർ IQ ടാലൻറ്റുകളെയാണ് ട്രംപ് അമേരിക്കൻ ജോലികളിലേക്ക് ക്ഷണിക്കുന്നത്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്: ശമ്പളം ചോദിക്കരുത്. അത് ഭാവിക്ക് വിട്ടുകൊടുക്കൂ എന്നാണ് ഇലോൺ മസ്കും മലയാളി വേരുകളുള്ള വിവേക് രാമസ്വാമി ഉൾപ്പെടുന്ന ഈ US സർക്കാർ വകുപ്പ് പറയുന്നത്. ലോക കോടീശ്വരന്മാരായ ഇരുവരും ശമ്പളം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു ത്യാഗം എന്ന് താടിക്ക് കൈകൊടുത്തിരിക്കാൻ വരട്ടെ. ഫുഡ് ഡെലിവറി ആപ്പായ സൊമാറ്റോ ഇതിനെയും കടത്തിവെട്ടും നിലയിലുള്ളൊരു അറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ ചീഫ് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന നിലയ്ക്കാണ് ആ അറിയിപ്പ്. ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യം 1 വർഷം ശമ്പളം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ജോലിയിൽ കയറുന്ന ആൾ 20 ലക്ഷം കമ്പനിക്ക് നൽകണമെന്നൊരു നിബന്ധനയും വെച്ചിട്ടുണ്ട്. ഇത് എന്ത് അസംബന്ധമാണെന്ന് ചോദിക്കുന്നവരോട് സൊമാറ്റോ മേധാവികൾ പറയുന്നത്, ഏതൊരു മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ അറിവാണ്, പരിശീലനമാണ് ഞങ്ങൾ തരുന്നത് നിങ്ങൾക്ക് എന്ന് മനസ്സിലാക്കണം എന്നാണ്. കൂലിയില്ലാതെ ജോലി ചെയ്ത് ഭാവിയിൽ വലിയവരാകൂ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് മുതൽ ഇലോൺ മസ്കിനെ പോലുള്ള ലോക കോടീശ്വരന്മാർ വരെ പറയുന്നത്. എന്നാൽ ലോകത്തെ വൻകിട കമ്പനികൾ ഒന്നും തന്നെ ഇതിന് ചുവട് പിടിച്ച് ജീവനക്കാർ ജോലി സമയം കൂട്ടണമെന്നോ വരുമാനം സ്വയം കണ്ടെത്തണമെന്നോ പറഞ്ഞിട്ടില്ല. ലോകത്തെ ഒന്നാംകിട ടെക് കമ്പനികളായ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആപ്പിൾ, ആമസോൺ, IBM തുടങ്ങിയ കമ്പനികളെല്ലാം ആഴ്ചയിൽ 40 മണിക്കൂർ അഥവാ ദിവസം 8 മണിക്കൂർ എന്നത് മാറ്റിയിട്ടില്ല. സാംസങ് ഇലക്ട്രോണിക്സ് 5 മണിക്കൂർ അധികം ജോലി ആവശ്യപ്പെടുന്ന കമ്പനിയാണ്. അവിടെ ആഴ്ചയിൽ 45 മണിക്കൂർ ജോലി ചെയ്യണം. ഇതേസമയം ഇന്ത്യക്കാർ 47 മണിക്കൂറിലേറെ ആഴ്ചയിൽ പണിയെടുക്കുന്നവരാണ്. രാജ്യാന്തര തൊഴിൽ സംഘടനയായ ILOയുടെ കണക്കനുസരിച്ച് അമേരിക്കക്കാരെക്കാളും ചൈനക്കാരെക്കാളും ഇത് കൂടുതലാണ്. ജപ്പാന്റെ പ്രതിവാര തൊഴിൽ സമയം 36.6 മണിക്കൂർ എങ്കിൽ ജർമ്മനിയിൽ അത് 34.4 മണിക്കൂർ മാത്രമാണ്. അതായത് മറ്റു പല രാജ്യക്കാരെയും അപേക്ഷിച്ച് ഇന്ത്യക്കാരാണ് കഠിനാധ്വാനികൾ. പുറം രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കാർ വിജയം വരിക്കുന്നതിന് കാരണവും ഈ കണക്കുകളിൽ തെളിയുന്നു. ഇതിനിടയിലാണ് നാരായണമൂർത്തിയെ പോലുള്ളവർ പറയുന്നത് അത്രയ്ക്കൊന്നും പോരാ, വലിയ വിജയം വേണമെങ്കിൽ ആഴ്ചയിൽ 70 മണിക്കൂർ ജോലി ചെയ്യണമെന്ന്. രാവിലെ 6:30 മുതൽ 8:30 വരെ ഇൻഫോസിസ് ഓഫീസിൽ കഠിനമായി താൻ ജോലി ചെയ്തിരുന്നതായി അദ്ദേഹം പറയുന്നു. അതായത് ദിവസേന 14 മണിക്കൂർ. ഇന്ത്യയിലെ തൊഴിൽ സമയം വീണ്ടും തലക്കെട്ടായി തീർന്നത് അടുത്തിടെ പൂനെയിലെ ഏൺസ്റ്റ് ആൻഡ് യങ് കമ്പനി സ്റ്റാഫ് അന്ന സെബാസ്റ്റ്യൻ ജോലിഭാരം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്ത സംഭവത്തോടെയാണ്. ജോലിയെടുത്ത് ചാകണോ എന്ന #ലായിരുന്നു ഇന്ത്യൻ യുവത അതിശക്തമായി ആ സംഭവത്തോട് പ്രതികരിച്ചത്. ലോക്സഭയിൽ പോലും പ്രശ്നം പൊന്തി വന്നു. അതത് സംസ്ഥാനങ്ങളിലെ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമം അനുസരിച്ചിട്ടാണ് ജോലി സമയം തീരുമാനിക്കേണ്ടത് എന്നതായിരുന്നു ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. കേരളത്തിൻ്റെ കണക്കും ആ വിധമാണ്. കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമം അനുസരിച്ച് ദിവസം 8 മണിക്കൂറിൽ കൂടുതൽ ജോലി പാടില്ല. ഓവർ ടൈം 2 മണിക്കൂർ മാത്രം. ആകെ 10 മണിക്കൂറിലേറെ ഒരാൾ ജോലി ചെയ്യുമെങ്കിൽ, അങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നുവെങ്കിൽ അത് കുറ്റകരമാണ്.